ലോ അക്കാദമിക്ക് മുന്നിൽ കെ മുരളീധരൻ MLA-യുടെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. സമരം ചെയ്യുന്ന KSU അടക്കമുള്ള സംഘടനകൾക്ക് പിന്തുണയുമായാണ് മുരളീധരന്റെ നിരാഹാരം. അതേസമയം സമരത്തിൽ മധ്യസ്ഥയുമായി ജില്ലാ കളക്ടർ സമരക്കാരുമായും മാനേജ്മെന്റുമായും ചർച്ച നടത്തും. വൈകിട്ട് 4 മണിക്കാണ് ചർച്ച. വിശദാംശങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, ലോ അക്കാദമിക്ക് മുന്നിൽ ഇന്നത്തെ സമരക്കാഴ്ചകൾ. പ്രജീഷ്, ലോ അക്കാദമിക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം 23ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഇന്ന് സ്ഥലം MLA ആയ കെ മുരളീധരൻ കൂടി സമരരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ 10:30യോടുകൂടി കെ മുരളീധരൻ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു. ലോ അക്കാദമി പ്രിൻസിപ്പൽ സ്ഥാനം ലക്ഷ്മി നായർ രാജിവെക്കും വരെ സമരം തുടരുമെന്നാണ് കെ മുരളീധരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാർ ജിതിൻ മടങ്ങിയെത്താം. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമരത്തിനെത്തിയ KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ തത്സമയ ദൃശ്യം. ഷീജ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. പ്രതിഷേധം എങ്ങനെ? ഷീജ വിവരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ. പ്രജീഷ്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടിരുന്ന KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അവർ സെക്രട്ടേറിയറ്റിലേക്ക് ലോ അക്കാദമിയുടെ പ്രിൻസിപ്പലായിരുന്ന ലക്ഷ്മി നായർ രാജിവെക്കുക തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ചിൽ അവർ പോലീസിന് നേരെ കല്ലേറ് നടത്തുകയുണ്ടായി. തുടർന്ന് പോലീസ് ലാത്തി വീശുകയും 3 പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരിക്കേറ്റ പ്രവർത്തകരെ പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷമാണ് മറ്റു KSU പ്രവർത്തകർ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് ഉപരോധിച്ചത്. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെയാണ് ഇപ്പോൾ ഏതായാലും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ഷീജ, എത്രത്തോളം പങ്കാളിത്തമുണ്ട് മാർച്ചിന്, പ്രതിഷേധ മാർച്ചിന്? പ്രജീഷ്, വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം 50ഓളം പ്രവർത്തകരാണ് KSUവിന്റെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്തത്. പോലീസിന് നേരെ അവർ കല്ലെറിയുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ പോലീസ് ലാത്തി വീശുകയും തുടർന്ന് പല ഭാഗത്തേക്കായി പ്രവർത്തകർ ചിതറി ഓടുകയും ചെയ്തു. അതിനുശേഷമാണ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള റോഡ് ഉപരോധിച്ചത്. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ ഏതായാലും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ABVP മാർച്ച് കൂടി ഉണ്ടോ? അതെപ്പോഴായിരിക്കും? തീർച്ചയായും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ ABVP പ്രവർത്തകരും ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. ഈ മാർച്ച് KSU പ്രവർത്തകരുടെ മാർച്ചിന് തൊട്ട് പിന്നാലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ KSU പ്രവർത്തകരെ എല്ലാവരെയും തന്നെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇതിനുശേഷം ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ ABVP പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ശരി ഷീജ, ഇപ്പോൾ ജിതിൻ ഒരിക്കൽ കൂടി ചേരുന്നു. ജിതിൻ, കോളേജിന് മുന്നിലെ സമരം എങ്ങനെയാണ്, പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് ലോ അക്കാദമിക്ക് മുന്നിലെ?
പ്രജീഷ്, വിദ്യാർത്ഥികൾ നടത്തി വന്നിരുന്ന സമരം പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ കൂടി ഏറ്റെടുത്തിരിക്കുന്നു. നേരത്തെ BJP സമരരംഗത്തുണ്ടായിരുന്നു, ഇപ്പോൾ കോൺഗ്രസ് കൂടി സമരരംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. സ്ഥലം MLA കൂടിയായ K മുരളീധരൻ 10:30 കൂടിയാണ് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ സ്ഥാനം ലക്ഷ്മി നായർ രാജിവെക്കും വരെ സമരം തുടരുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അക്കാദമിയിലെ സർക്കാർ ഭൂമി സർക്കാർ ഏറ്റെടുക്കുക, നിലവിൽ മാനേജ്മെന്റ് ചില വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് പറ്റിക്കലിന്റെ ഭാഗമായിട്ടാണ്, അത് മാറ്റി കൃത്യമായ കാര്യങ്ങളിൽ ഉറപ്പ് നൽകും വരെ പ്രിൻസിപ്പൽ രാജിവെക്കും വരെ സമരം തുടരുമെന്നാണ് K മുരളീധരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം നേരത്തെ വിദ്യാർത്ഥികൾ നടത്തി വന്ന സമരം SFI ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയായ വിദ്യാർത്ഥി ഐക്യം നടത്തി വന്ന സമരം 23-ാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുന്നു. അതേസമയം തന്നെ BJP നേതാവ് VV രാജേഷ് നടത്തുന്ന നിരാഹാര സമരവും അക്കാദമിക്ക് മുന്നിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വരെ V മുരളീധരൻ സമരരംഗത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇന്നലെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. തുടർന്നാണ് ഇന്ന് VV രാജേഷ് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ജില്ലാ ഭരണകൂടത്തിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രമത്തിൽ ഈ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കുള്ള ശ്രമവും ഇന്ന് നടക്കുന്നുണ്ട്. അസിസ്റ്റന്റ് ജില്ലാ മജിസ്ട്രേറ്റാണ് സമരക്കാരുടെയും മാനേജ്മെന്റ് പ്രതിനിധികളുടെയും യോഗം ഇന്ന് വൈകിട്ട് 4 മണിക്ക് വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ചെറിയ സാധ്യതയും കാണുന്നുണ്ട്. അതായത് നേരത്തെ SFIക്ക് മാനേജ്മെന്റ് നൽകിയിരുന്ന ഉറപ്പുകൾ ഇന്ന് വീണ്ടും മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് രേഖാമൂലം നൽകാനും ഉള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളിലെല്ലാം തന്നെ നേരത്തെ തീരുമാനമായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ മാനേജ്മെന്റ് SFIക്ക് ഉറപ്പ് എഴുതി നൽകുകയും ചെയ്തിരുന്നു. പ്രിൻസിപ്പളുടെ രാജി എന്ന ആവശ്യത്തിന്റെ സ്ഥാനത്ത് പ്രിൻസിപ്പൽ 5 വർഷത്തേക്ക് പൂർണ്ണമായും കോളേജിൽ നിന്ന് മാറി നിൽക്കുമെന്നത് മാനേജ്മെന്റ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് SFIയുമായി മാത്രം നടത്തിയ ചർച്ചയിലാണ് എന്നതായിരുന്നു മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ കാര്യമായി അവർ ഒരു പ്രശ്നമായി ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റെല്ലാ സംഘടനകളുടെയും പ്രതിനിധികളെയും മാനേജ്മെന്റ് പ്രതിനിധികളെയും വിളിച്ചുകൂട്ടി ADMന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇക്കാര്യങ്ങൾ വീണ്ടും ഉറപ്പു നൽകുകയായിരിക്കും ചെയ്യുക. അത് വിദ്യാർത്ഥികൾ അംഗീകരിക്കാനാണ് സാധ്യത. അങ്ങനെ സമരം ഇന്ന് ഒത്തുതീർപ്പാക്കാനുള്ള ചെറിയൊരു സാധ്യത കാണുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് ശേഷം തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരും. എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസ് കൂടെ സമരം ഏറ്റിരിക്കുന്നതോടുകൂടി സമരം മറ്റൊരു തരത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് ലോ അക്കാദമിക്ക് മുന്നിൽ നിന്ന് കാണാനാകുന്നത്. ശരി ജിതിൻ.